എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ICSEയുടെ CS എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകൾ എങ്ങനെ കണ്ടെത്താം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷനായ ഡിസംബർ 2024 CS എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ CS പ്രൊഫഷണലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് കണ്ടെത്താൻ പറ്റുക, അതിനെക്കുറിച്ചാണ്. അതെങ്ങനെ നമ്മൾ സൈറ്റിൽ പോയി കണ്ടെത്തുക, എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കുന്നത്, ഏതൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതി എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് പകുതി കുട്ടികൾ എന്താണ് അറിഞ്ഞിരിക്കില്ല. മെറ്റീരിയലിൽ പല തെറ്റുകളുണ്ടാവും. അതായത് എക്സാമിനേഷനേക്കാളും 6 മാസം മുമ്പുള്ള എല്ലാ അമെൻമെൻറ്റും എന്താണ് കൃത്യമായിട്ട് എക്സാമിനേഷന് ബാധകമാണ്. കാരണം ആ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. കാരണം ഇത് ആരും നോക്കാത്തതുകൊണ്ട് ICSEക്ക് ഉറപ്പാണ് മെജോറിറ്റി കുട്ടികൾ നോക്കിയിട്ടുണ്ടാകില്ല. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫെയിലാക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മൾ ഈ അമെൻമെൻറ്റ് മറന്നു പോകരുത്. ഓരോ സബ്ജക്റ്റിനും ചാപ്റ്റർ വൈസ് ഇന്ന പേജിൽ എന്ന അമെൻമെൻറ്റ് അത് വളരെ കൃത്യമായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ കണ്ടോ, ഇത് സിലബസിൽ ന്യൂ സിലബസിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ സപ്ലിമെൻറ്റ്സിൽ അപ്പോൾ എന്തായാലും റീസെൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡിസംബർ 2024 ആണല്ലോ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡിസംബർ 2024 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ ഡിസംബർ 2024 പ്രൊഫഷണൽ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഇതൊക്കെ നമ്മളിപ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കത് വിടാം. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം, എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് വരാം. അതുണ്ടോ, ഒന്നാമത്തെ പേപ്പറിൽ അമെൻമെൻറ്റ് ഉണ്ട്, 2-ലുണ്ട്, 3-ലുണ്ട്, 4-ലുണ്ട്, 5, 6 എല്ലാ പേപ്പേഴ്സിലും എന്താണ് അമെൻമെൻറ്റ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നോക്കാം. ഞാൻ അമെൻമെൻറ്റ് എല്ലാം വായിക്കുന്നില്ല, അതെങ്ങനെ നോക്കുന്നതെന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇതുണ്ടോ, സപ്ലിമെൻറ്റ്സ് ഫോർ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ ഫ്രം ഓഗസ്റ്റ് 2000 ടു എന്താണ് മെയ് 2024 വരെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ആഡ് ആയിട്ട്, കാരണം ചില സമയത്തെ അത് എഡിഷൻ മാറില്ല, റീപ്രിൻറ്റ് മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം. എന്തായാലും ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയോ ചാപ്റ്റേഴ്സിന് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്, അറൗണ്ട് ഓഫ് 38 പേജിൻ്റെ എന്താണ് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. പുതിയ കേസ് ലോസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ പുതിയ കേസ് ലോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. അതിനുശേഷം നമ്മളിനിയും കമ്പനിലോ നോക്കുകയാണെങ്കിലും കമ്പനിലോട് അറൗണ്ട് ഓഫ് അത്യാവശ്യം നല്ലതുണ്ടാവും. 33 പേജസിൻ്റെ എന്താണ് സപ്ലിമെൻറ്റ്സ് എക്സിക്യൂട്ടീവ് ഫോർ ഓൾഡ് സിലബസ്. ഓൾഡ് സിലബസിനാണ് ഓർത്ത് വെക്കുക, ഓൾഡ് സിലബസിനാണ്. നമ്മളിപ്പോൾ സ്വിച്ച് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അപ്ലിക്കേബിൾ അല്ല. 2000 ഓൾഡ് സിലബസ് എന്ന് പറയുമ്പോൾ ഏതാണ് 2017 ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ സെറ്റിംഗ് അപ്പ് ബിസിനസ് നൽകിയിട്ടുണ്ട്. ഓൾഡ് സിലബസ് നമ്മൾ ഈ ജൂറിസ്പ്രുഡൻസ് എടുത്ത് ഓൾഡ് സിലബസിനായിരുന്നോ? ഓക്കെ, ജൂറിസ്പ്രുഡൻസ് ഇല്ല, 2024 എല്ലാത്തിനും കൂടെ അപ്ലിക്കേബിൾ ആണ്. അതിനുശേഷം ഡയറക്റ്റ് ടാക്സേഷൻ്റെയും കൃത്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ദിസ് ഈസ് ഓൾഡ് സിലബസിനാണ്. ഓക്കെ, റിലവൻറ്റ് ഫോർ അപ്പിയറിംഗ് സ്റ്റുഡൻസ് ഡിസംബർ 2024. ഓക്കെ, അത് ചിലത് എന്താണ് ഈ ഓൾഡ് സിലബസ് എന്ന് കയറാൻ കാരണം കുറച്ച് സബ്ജക്റ്റിൽ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇത് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഓൾഡ് സിലബസ് അല്ല, എല്ലാവർക്കും ഒരേപോലെ അപ്ലിക്കേബിൾ ആണ്, ഓർത്ത് വെക്കുക. GSTയിലെ അതിനുശേഷം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിലും പേജ് വർക്കിംഗ് ആകുന്നില്ല. ഓക്കെ, ഏതായാലും ഓക്കെ. നെക്സ്റ്റ് സെക്യൂരിറ്റീസ് ലോസ് ആൻഡ് ഓക്കെ, സെക്യൂരിറ്റീസ് ലോസിൻ്റെ കോൺസെപ്റ്റ് നൽകിയിട്ടുണ്ട്. ഇതും ഓൾഡ് സിലബസ് ആണ്, കാരണം ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോസ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മുടെ എക്കണോമിക്സ് ആൻഡ് കമേഴ്ഷ്യൽ ലോസിൻ്റെ കോൺസെപ്റ്റ് ആണെങ്കിലും ഇത് ഫോർ ഡിസംബർ എക്സാമിനേഷൻ ആണ്. എക്കണോമിക്സ്, ബിസിനസ് ആൻഡ് കമേഴ്ഷ്യൽ ലോസ് ആണ്. അത്യാവശ്യം 165 പേജ് എന്ന് പറയുമ്പോൾ ഈ ഫെമയുടെ ഒരുപാട് അമെൻമെൻറ്റ് വരും. പിന്നെ ഫോറിൻ ട്രേഡ് പോളിസി വന്നിട്ടുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കുക, കുറച്ച് കൂടുതൽ അമെൻമെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചിട്ട് പോകണം. സാറേ ഇപ്പോൾ കുറേ ആയില്ലോ. അപ്പോൾ നമ്മളത് മെറ്റീരിയൽ ഇത് പുതിയതായിട്ട് ആഡ് ആയ സംഭവങ്ങളുണ്ട്. പിന്നെ ആൾറെഡി മെറ്റീരിയലുള്ള വെട്ടിയ സംഭവമുണ്ട്. നമ്മളെന്താണ് പുതിയതായിട്ട് നമ്മൾ എഴുതി ചേർക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യമാണോ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെ നോക്കുക. ഇത് നോക്കിയിട്ട് എക്സാമുകളിലേക്ക് നമ്മൾ പോകാവുള്ളൂ. കാരണം അവിടെ തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഇതിനുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും അമെൻമെൻറ്റിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻഫോർമേഷൻസുമായിട്ട് കാണുന്നവരെയും താങ്ക് യു.